എൻ്റെ പേര് സോണിയ മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഏഴിമല ലൂർദ് മാതാ ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഇപ്പോൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ്. എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ 2019 കൃപാസനത്തെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത്. എൻ്റെ അനിയത്തി സോഫിയ ആണ് എന്നോടിത് പറഞ്ഞത്. 2015 എനിക്ക് ഒരു മകൻ ഉണ്ടാവുകയും അവനുണ്ടായപ്പോൾ തന്നെ അവന് കിഡ്നിയിലൊരു ചെറുതായ പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ അവന് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ഥിരമായി വയറുവേദന വരുമായിരുന്നു. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒരുപാട് തവണ ഛർദ്ദിക്കുകയും 40 പ്രാവശ്യത്തോളം ഛർദ്ദിക്കുകയും പിന്നെ ഫൈനലി ബൈൽ വൊമിറ്റ് ചെയ്യുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഈ എപ്പിസോഡ് കണ്ടിന്യൂസ് ആയി നടക്കുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവൻ്റെ കൂടെ ഈ ഒരു എപ്പിസോഡിലൂടെ കടന്നു പോകുന്ന ഒരമ്മയാണല്ലോ. അങ്ങനെ കടന്നു പോവുകയും അതോടൊപ്പം തന്നെ ഞാൻ എഞ്ചിനീയറായിട്ട് അന്ന് ഓസ്ട്രിയയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓഫീസിലെ പ്രഷറും എല്ലാം കൂടെ കൂടി ഞാനും വല്ലാതെ സ്ഥിരമായി തലവേദന ഉള്ള ഒരവസ്ഥയിലേക്കൂടെ ഞാനും കടന്നു പോവുകയാണ്. ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇടയ്ക്ക് എനിക്ക് കൺവൽഷൻസും വരാൻ തുടങ്ങി. ഈ ഉറക്കക്കുറവും ഈ സ്ട്രെസ്സും എല്ലാം കൂടെ കൂടി. അങ്ങനെ ഇരിക്കെ 2019 ജനുവരിയിൽ അനിയത്തി എന്നോട് പറഞ്ഞു, കുഞ്ഞേച്ചി ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയിൽ ക്യാൻഡിൽ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്ന് ഈ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് സെറ്റിലായിട്ടില്ല. അന്ന് എത്ര നിയോഗം എഴുതാമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ എഴുതിയത് മകൻ്റെ അസുഖം മാറ്റണം, എൻ്റെ തലവേദന മാറണം, ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് രണ്ടും എഴുതി അയച്ചു. ഞാൻ ഈ ക്യാൻഡിൽ കത്തുന്നതും കാത്ത് ഒരുപാട് നേരം ഇരുന്നു. കണ്ടിന്യൂസ് ആയി റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് ക്യാൻഡിൽ കത്തിയേയില്ല. പക്ഷെ ക്യാൻഡിൽ കത്തിയില്ലെങ്കിലും ചെയ്താലും ഞാൻ പിറ്റേ ദിവസം രാവിലെ 5:30 മുതൽ പ്രാർത്ഥന തുടങ്ങി. ഇതിലേറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന് ഒരു ക്രമം വന്നു. സെക്കൻഡ് ഡേ മുതൽ തന്നെ എൻ്റെ ജീവിതത്തിന് എനിക്കൊരു ക്രമം ഉണ്ടാകാൻ തുടങ്ങി. രാവിലെ 5:30 പ്രാർത്ഥന, അതിനുശേഷമുള്ള കൊന്ത, വൈകുന്നേരത്തെ പ്രാർത്ഥന, അങ്ങനെ എൻ്റെ ജീവിതം ഒരു ചെറുതായ ഒരു താളത്തിലേക്ക് വരാൻ തുടങ്ങി. ഈ താളത്തിലേക്ക് വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും തുടങ്ങി. മകൻ്റെ ഈ ഒരു എപ്പിസോഡ്സ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരാൻ തുടങ്ങി. അത് മാസത്തിലൊരിക്കലായി. എൻ്റെ തലവേദന സാവകാശം കുറഞ്ഞു വരാൻ തുടങ്ങി. എനിക്കതുകൊണ്ട് നടക്കാം എന്നുള്ള ഒരു അവസ്ഥയിലായി. അതോടൊപ്പം ഓരോ ദിവസവും എനിക്ക് രാവിലെ മാതാവിനോട് സംസാരിക്കാൻ സമയം ലഭിച്ചു തുടങ്ങി. ഈ സംസാരത്തിൽ ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങൾ മാതാവിനോട് പറയും. മാതാവേ, ഞാനൊരു ധ്യാനം കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എത്രയോ വർഷമായി ഞാൻ ഓസ്ട്രിയയിൽ. ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും പോയി വരാനുള്ള സമയമുള്ളൂ, ഒരു ധ്യാനം കൂടാനുള്ളൊരു സമയമില്ല. ഞങ്ങൾ വിയന്നയിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. വിയന്നയിൽ എല്ലാ വർഷവും ധ്യാനം നടക്കാറുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞു വരുമ്പോഴേക്കും ധ്യാനം കഴിഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എനിക്ക് വിയന്നയിലുള്ള ഒരു ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ കിട്ടി. ചേച്ചിയെ വിളിച്ചു. ചേച്ചി പറഞ്ഞു, നായ്ക്കമ്പറമ്പലച്ചൻ്റെ ധ്യാനമുണ്ട്, ഏപ്രിലിൽ വരണം എന്ന്, പറ്റുമെങ്കിൽ വരിക എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫാമിലിയോട് കൂടി പോയി ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ വെച്ച് ഈ തലവേദന എനിക്ക് പൂർണ്ണമായും വിട്ടുപോയി. ഒരുപാട് വർഷം സ്പോണ്ടിലോസിസുമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആ കൈ പൊക്കാനും കൈകൊണ്ട് സാധാരണ പോലെയുള്ള ജോലികൾ ചെയ്യാനും ഉള്ള ഒരു അവസ്ഥയിലേക്കായി. അതുപോലെ മാതാവിനോട് ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി അതെൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായി കാണാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഒരുപാട് വർഷങ്ങളായി ബാംഗ്ലൂർ, ഓസ്ട്രിയ, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നു. ജീവിതത്തിലൊന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾക്കൊരു സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് UK പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. UK ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അങ്ങനെ മാതാവിനോട് ഇത് പറഞ്ഞു. അപ്പോൾ തന്നെ ഹസ്ബൻഡിന് UK ജോലി കിട്ടുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് റിസൈൻ ചെയ്ത് UK മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലീഗലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അതിനിടയ്ക്ക് വന്നു. അതുപോലെ മാതാവിനോട് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ ഇഷ്യൂസ് 1 by 1 സോൾവ് ചെയ്തു. അതുപോലെ വീടായി. അവിടെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, അതായി. കുട്ടികൾക്ക് സ്കൂൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, അത് നടന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും മാതാവ് കൂടെ വന്ന് ചെയ്യുന്നത് പോലുള്ള ഒരു അനുഭവം. അങ്ങനെ 2019 ഡിസംബർ 28 ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഇവിടെ വന്നതും മാതാവിനോട് പ്രാർത്ഥിച്ചതുമൊക്കെ സ്വപ്നം പോലുള്ളൊരു ഓർമ്മയാണ് എനിക്കിപ്പോൾ. ഇവിടെ വന്നെന്നോ പ്രാർത്ഥിച്ചെന്നോ പോലും എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ എൻ്റെ ഉടമ്പടിയിലെ മകൻ്റെ അസുഖം മാറുക, അതോടൊപ്പം ഒരു സ്ഥലത്ത് സെറ്റിലാകാൻ സാധിക്കുക. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ജോലി വിട്ടിട്ടാണ് വന്നത്.
ഇംഗ്ലണ്ടിൽ എനിക്കതുവരെ ഞാൻ ഒരു വർഷത്തെ കരിയർ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ജോലിക്ക് ചേർന്നിട്ടില്ല. പക്ഷേ എനിക്കൊരു ജോലിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ജോലി കിട്ടണം, അത് ഫാമിലിയെ അധികം ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു ജോലി ലഭിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെ മുഴുവൻ അടിമുടി മറിക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. മകൻ്റെ ആ എപ്പിസോഡ്സ് പിന്നെയും തിരിച്ചു വരാൻ തുടങ്ങി. അവന് വയറുവേദനയും ഛർദിയും തുടങ്ങി. ജീവിതം പിന്നെയും ബുദ്ധിമുട്ടുകളിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് കോവിഡിൻ്റെ വരവ്. പക്ഷേ ഈ പ്രാർത്ഥനകൾ മുടക്കുന്നില്ല. ജീവിതത്തിന് താളമുണ്ട്. ഓരോ ദിവസവും മാതാവിനിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഓരോ ദിവസവും ലിവിങ് വൺ ഡേ അറ്റ് എ ടൈം, അങ്ങനെ ആണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 2020 ഏപ്രിൽ ഓർ മെയ് മാസത്തിൽ അച്ഛൻ ഓൺലൈനിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ വെച്ച് ഞങ്ങൾ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വയറിൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറുകയും ചെയ്തു. അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അൾട്രാസൗണ്ടിൽ വെച്ചിട്ട് അവൻ്റെ കിഡ്നിയോട് ചേരുന്ന യൂറേറ്റർ ജോയിൻ ചെയ്യുന്ന അവിടെ ഒരു ബൾജ് കാണുകയും അത് വല്ലാതെ ഇൻഫ്ലമേറ്റഡ് ആണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ കിഡ്നി നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നതായി കാണുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 10 മിനിറ്റ് അകലെയാണ് റൂത്തർഫോർഡ് ആപ്പിൾട്ടൺ ലബോറട്ടറി എന്ന് പറഞ്ഞ ഒരു ലാബുണ്ട്. അവിടെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സേൺ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവിടെയുള്ള ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞ ഒരു കൊളൈഡറിലേക്കുള്ള ഡിറ്റക്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ എനിക്ക് ജോലി ലഭിച്ചു. ടെക്നിക്കൽ സയൻറ്റിസ്റ്റായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. വീട്ടിൽ നിന്ന് 10 മിനിറ്റിനുള്ള ദൂരം മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി. ഈ ജോലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്പെസിഫിക് ഫീൽഡായിരുന്നു അത്. അനലോഗ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഫീൽഡിൽ എനിക്ക് ജോലി ലഭിച്ചു. അതുമാത്രമല്ല, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കോൺഫറൻസുകളിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യുവാനും പ്രസൻറ്റേഷൻസ് കാണിക്കുവാനുമുള്ള വലിയ കൃപ എനിക്ക് മാതാവ് തന്നു. അതോടെ ആ സമയത്ത് തന്നെ ആണ് എൻ്റെ ഈ 3 മാസത്തെ കാലാവധി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. എൻ്റെ ഈ സംരക്ഷണം പോവുകയാണോ, ഇതിനി അത് തുടരില്ലേ എന്നെനിക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്താണ് ഓൺലൈൻ ഉടമ്പടി വരുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ എടുക്കുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചു, ആവശ്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ആവശ്യം തീരും, നാളെ വേറെ ആവശ്യം വരും. അപ്പോൾ ഇതൊന്നും അല്ല നമ്മളുടെ യഥാർത്ഥമായ കാര്യം. അപ്പോൾ അതിൽ ഞാൻ എഴുതി, മാതാവേ എനിക്ക് ഈശോയോടുള്ള സ്നേഹം കൂട്ടിത്തരണേ എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് തൊണ്ടയിടറാതെ കണ്ണു നനയാതെ കുരിശിലോട്ടൊന്നും നോക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ഈശോയോടുള്ള സ്നേഹം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങളിലും എനിക്ക് പറയുന്നത് പോലെ എഴുതിത്തീരാൻ കടലാസുകൾ തികയില്ല. അതുപോലെ അനുഗ്രഹങ്ങളുടെ പെരുമഴ ഓരോ ദിവസവും. അതിനുശേഷം ഞാൻ വേറൊരു ജോബിന് വേണ്ടി ആഗ്രഹിച്ചു. ആ ജോബിൽ അത് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് നടന്നു. എനിക്കതുപോലെ ഡ്രൈവിങ് ഭയങ്കര പേടിയായിരുന്നു. ഓരോ സ്ഥലത്തും ഓസ്ട്രിയയിൽ ഒരു സൈഡിലാണ് വണ്ടി ഓടിക്കുക, ഇംഗ്ലണ്ടിൽ മറ്റേ സൈഡിലാണ് വണ്ടി ഓടിക്കുക. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പം തൊട്ടടുത്ത് ഒരാൾ ഇരിക്കുന്നത് പോലെ ഉള്ള ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും വരുമായിരുന്നു. അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പല സമയങ്ങളിലും മാതാവ് ഉടമ്പടി എടുത്തവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ അവരിലേക്ക് മാതാവ് തന്നെ എത്തിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിക്ക് ഒരു സുഖമില്ലാതെ ഒരു ഓപ്പറേഷനായിട്ട് നിൽക്കുകയാണ്. അവൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറൊരാൾ വഴി ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു, ആലപ്പുഴയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ നോക്കൂ, ഉടമ്പടിയുണ്ട്. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി എടുത്തതേ ഉള്ളൂ, ആരെങ്കിലും ഒരാൾ കുറച്ച് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ ഈ സഹായം വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു സഹായത്തിന് വേണ്ടി മാതാവിനെ വിളിക്കുന്ന സമയത്ത് ആ സഹായമായിട്ട് മാതാവ് ആ വഴിക്ക് എന്നെ വിടാറുണ്ട്. അതുപോലെ അന്ന് മുതൽ ഇന്ന് വരെ ട്യൂസ്ഡേയിൽ ഒരൊറ്റ ഉടമ്പടി ധ്യാനം പോലും ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. 2019 ജനുവരി മുതൽ ഇന്ന് വരെ മുടക്കിയിട്ടില്ല. ഇടയ്ക്ക് ഡേയ്സ് മാറാറുണ്ട് ഇടയ്ക്ക്, പക്ഷേ മാതാവ് തന്നെ ഉറപ്പ് വരുത്തും
പിറ്റത്തെ നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് മുമ്പേ ഞാൻ ഈ ധ്യാനം മുഴുവൻ പങ്കെടുത്തിട്ടുണ്ടെന്നും അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും. കാരണം പെട്ടെന്ന് വേറെ ജോലി ചെയ്തുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ മാതാവ് ഉറപ്പ് വരുത്തും ഞാൻ രണ്ടാമത് സാവകാശം തന്നെ ഇരുന്ന് കേട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഓരോ സമയത്തും ജീവിതത്തെ ക്രമപ്പെടുത്തി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ചിട്ട തന്നു. പ്രാർത്ഥനയിൽ ഒരുപാട് ആഴപ്പെട്ടു. ഒരുപാട് മാതാവും ഈശോയുമായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ളൊരു ബന്ധം പുലർത്താൻ വേണ്ടി സാധിച്ചു. ഒരുപാട് പേരോട് മാതാവിനെ പറ്റി പറയാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും ഒരു വലിയ യാത്ര തന്ന് മാതാവിന് തിരുക്കുമാരനും ഒരുപാട് നന്ദി.